മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അവനെ അടിസ്ഥാനപരമായി സ്വാധീനിച്ച ചില അടിസ്ഥാന വികാരങ്ങളുണ്ട്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള നമ്മുടെ ഒരു ആകർഷണം, പിന്നെ കലഹിക്കാനുള്ള ത്വര, പിന്നെ സ്നേഹിക്കാനുള്ള ഇഷ്ടം, ദയ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അക്കൂട്ടത്തിലൊന്നാണ് ആഘോഷിക്കുവാനുള്ള ആഗ്രഹം. എല്ലാ ആഘോഷവും. ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ പിള്ളേർ ബഹളം ഉണ്ടായി നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കാറുണ്ട്. അത് ഈ ക്രിസ്തുമത വിശ്വാസി ആയതുകൊണ്ടൊന്നുമല്ല. അതല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ പായസം വയ്ക്കുന്ന ഓണത്തിലല്ല ഈ വാമനിലുള്ള വിശ്വാസം കൊണ്ടല്ല, ആഘോഷിക്കുവാനുള്ള നമ്മുടെ ത്വരയാണ്. ഇതെല്ലാ മനുഷ്യരിലും അന്തർലീനമാണ്, എല്ലാ നാട്ടിലുമുണ്ട്, എല്ലാ ഗോത്രങ്ങളിലുമുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരം ഒരു ത്വര നമ്മുടെ ഭരിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുമുള്ളത്. അപ്പോൾ ഓണം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് കൂടെ നമുക്ക് നോക്കണം. ഇതിൻ്റെ തുടക്കം വേദത്തിൽ നിന്നാണ്. ഋഗ്വേദത്തിലാണ് ഇതിൻ്റെ ആദ്യത്തെ സൂചന കാണുന്നത്. ഋഗ്വേദത്തിൽ ഒരു ത്രിവിക്രമനെ കുറിച്ച് പറയുന്നുണ്ട്. ത്രിവിക്രമം, 3 ക്രമം വെച്ചവൻ, 3 ചുവട് വെച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ 3 ചുവട് വെച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്നു. അത് ഋഗ്വേദത്തിൽ ആദ്യത്തെ വേദമായി ഋഗ്വേദത്തിലെ 6-ാം മണ്ഡലത്തിലാണ് ആ പ്രയോഗമുള്ളത്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഭൂമിയോട് ബന്ധപ്പെട്ട 3 ലോകങ്ങൾ 3 കാൽവയ്പ്പുകളാൽ നിർമ്മിച്ചു എന്ന് ഋഗ്വേദം 6-ാം മണ്ഡലത്തിൽ 49-ാം അനുവാചകത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ 3 ചുവടുകൾ. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നത് 3 ചുവടുകൾ വെച്ചാണ്. അപ്പൊ ഈ ചുവടിന്റെ അർത്ഥം 3 വരവിനെ ഉദ്ദേശിച്ച്, ആര്യന്മാരുടെ 3 വരവിനെ ഉദ്ദേശിച്ചാകാം എന്ന് പറയപ്പെടുന്ന, ആണെങ്കിലും അല്ലെങ്കിലും ശരി, ഈ ആദ്യം നമ്മൾ കാണുന്ന ത്രിവിക്രമനെ ഋഗ്വേദത്തിലെ 6-ാം മണ്ഡലത്തിലെ 41-ാം അനുവാകത്തിലാണ്. അവിടെ മുതൽ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാണ് ബ്രാഹ്മണങ്ങളുടെ ഉൽപ്പത്തി. വേദത്തിന് ശേഷമാണ്, പിന്നെയും 1300 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ഒരു ഏകദേശ കണക്കാണ്. അതിനകത്തൊക്കെ നിരവധി ത്രിവിക്രമന്മാരെ കുറിച്ച് പറയുന്നു. ഇനി നമുക്ക് ത്രിവിക്രമൻ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഈ ഹൈന്ദവ സാഹിത്യത്തിലെ അല്ലെങ്കിൽ സാഹിത്യമെന്നോ നമ്മൾ ചരിത്രമെന്നോ അല്ലെങ്കിൽ മതപരമായ ഗ്രന്ഥങ്ങളിൽ നിന്നോ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ചരിത്രപരമായ ഒരു ഭാഷ്യം നമുക്ക് കിട്ടുന്നത് കൃത്യമായും അശോകന്റെ കാലം മുതലാണ്. അശോകന്റെ ശിലാലിഖിതങ്ങൾ ഏതാണ്ട് അശോകന്റെ BC 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ ചെറുമകൻ ബൃഹദ്രഥന്റെ കാലത്തോടുകൂടി അശോകന്റെ സാമ്രാജ്യം ഏതാണ്ട് നാമാവിശേഷമായി. BC 185-ൽ പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറയുന്ന ബ്രാഹ്മണ പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ഒരു പട്ടാള അട്ടിമറിയിലൂടെ ബൃഹദ്രഥൻ വധിക്കപ്പെടുന്നു. മഗധ കേന്ദ്രമാക്കി ശുങ്ക സാമ്രാജ്യം അവരെ ഏതാണ്ട് 110 കൊല്ലത്തോളം ഭരിച്ചു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മനുസ്മൃതിയൊക്കെ എഴുതുന്നത്. അതിനു മുമ്പ് അർത്ഥശാസ്ത്രമായിരുന്നു ഭരണഘടന. മൗര്യ സാമ്രാജ്യകാലത്ത് അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഭരണഘടന മാറ്റി എഴുതി, അതിന് വ്യത്യാസപ്പെടുത്തി. ഇതൊക്കെ എഴുതുന്ന സുമതി ഭാർഗവ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് മനുസ്മൃതിയൊക്കെ എഴുതിക്കുന്നത് ഈ BC 185-ാം കാലം. ആ കാലഘട്ടത്തിൽ മധ്യ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു സാമ്രാജ്യം രൂപപ്പെട്ടു. അതിൻ്റെ പേരാണ് ശാതവാഹന സാമ്രാജ്യം. ശാതവാഹനന്മാർ എന്നാണ് അവരറിയപ്പെടുന്നത്. ഈ ശാതവാഹനന്മാരുടെ സംബന്ധിച്ചുള്ള അവരെ ഏകദേശം 40ഓളം ശിലാലിഖിതങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അവരുടെ ഭരണകാലത്തിനെ കുറിച്ച് എഴുതിയ ഒരു കൃതിയുടെ പേരാണ് ഗാഥാ സപ്തസതി. ഗാഥ സപ്തസതി, ഗാഥ പാട്ട്, സപ്തം 7, ശതി എന്ന് പറഞ്ഞാൽ 100 പദ്യങ്ങളടങ്ങിയ, അങ്ങനെ 700 പദ്യങ്ങളടങ്ങിയ ഒരു കൃതിയാണ് ഗാഥ സപ്തസതി. ഈ ഗാഥാ സപ്തസതിയിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ആരാധനാമൂർത്തി ത്രിവിക്രമനാണ് എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ത്രിവിക്രമനെ കുറിച്ച് ഗവേഷണം നടത്തിയ അദ്ദേഹത്തിൻ്റെ പേര് VD മഹാജൻ എന്നാണ്. അദ്ദേഹം എഴുതിയ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതിൻ്റെ 19ാം എഡിഷൻ, 20-30 എഡിഷൻ പോയതാണ്. വളരെ ശാസ്ത്രീയമായൊരു പഠനമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നു, ലൈക്ക്വൈസ് ദ വർഷിപ്പ് ഓഫ് വിഷ്ണു can be established from the mention of such names as Vishnu Palit, Venhu, Lachaniga, etc. In Saptasadi, Hari or Trivikrama is said to be superior to other gods.
എല്ലാ ദൈവങ്ങളെക്കാളും ഏറ്റവും മുമ്പുള്ള ത്രിവിക്രമൻ. ഈ ത്രിവിക്രമൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഇവിടെ മഹാബലി വരുന്നില്ല. ഇവിടെ ത്രിവിക്രമൻ എന്ന് പറയുന്ന ആളിനെ വിഷ്ണുവുമായി അതുവരെ ബന്ധപ്പെടുത്തിയിട്ടില്ല. ത്രിവിക്രമൻ എന്ന് പറയുന്നത് ആര്യ സമൂഹത്തിനെ 3 തവണ ഇന്ത്യയിലേക്ക് നയിച്ച ഒരു നേതാവ് എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് യാതൊരു പ്രസ്താവങ്ങളും ഋഗ്വേദത്തിലോ അത് കഴിഞ്ഞ് വന്ന ബ്രാഹ്മണങ്ങളിലോ ഇല്ല. പക്ഷേ ഇവിടെ ഏതാണ്ട് BC 2-ാം നൂറ്റാണ്ടിൽ മധ്യ ഇന്ത്യ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്ന, മധ്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രയുടെ വടക്കൻ ഭാഗങ്ങളൊക്കെ കൂടി ചേർന്ന് രൂപപ്പെട്ടു വന്ന ഈ ശാതവാഹന സാമ്രാജ്യത്തിലാണ് നമ്മളിത് കാണുന്നത്. ശാതവാഹന സാമ്രാജ്യം 25 പേർ ഭരിച്ചിട്ടുണ്ട്. അതിൽ 18ാമത്തെ ആളിൻ്റെ പേര് AD 70 മുതൽ 95 വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. അദ്ദേഹം ശാതകർണി, ഈ ശാതകർണിയെ ബലി എന്ന് പറഞ്ഞിരുന്നു. കാരണം ശാതകർണി എന്ന് പറയുന്നത് ഗൗതമി പുത്ര ശാതകർണി എന്നാണ് പറയുക. ഗൗതമിയുടെ പുത്രനായ ശാതകർണി, അമ്മയുടെ പേര് വെച്ചാണ് ആ രാജാവ് അറിയപ്പെട്ടത്. ഗൗതമി പുത്ര ശാതകർണിയുടെ യഥാർത്ഥ പേര് ബാലശ്രീ എന്നാണ്. ഈ ബാലശ്രീയുടെ മകനായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഗാഥാ സപ്തസതിയിൽ ബലി എന്ന് പ്രയോഗപ്പെടുത്തി. അപ്പൊ ബലി എന്ന് പറഞ്ഞാൽ ശാതവാഹന സാമ്രാജ്യത്തിലെ പ്രമുഖനായ രാജാവായിരുന്ന ഗൗതമി പുത്ര ശാതകർണിയുടെ മറ്റൊരു പേരാണ് ബലി. കാരണം ബാലശ്രീയുടെ മകനായതുകൊണ്ട് അദ്ദേഹം ബലി എന്നറിയപ്പെട്ടു. കവിതയിൽ ഗാഥാ സപ്തസതി എന്ന് പറയുന്ന കവിതയിൽ ഇദ്ദേഹം ബലി എന്നറിയപ്പെട്ടു. ഇത് ഏതാണ്ട് 1, 2, 3 നൂറ്റാണ്ടുകളോടുകൂടി ഈ സാമ്രാജ്യം തകർന്നതോടുകൂടി ഇത് 4-5 ഗ്രൂപ്പുകളായി പിരിയുന്നു. അതിൽ ചുട്ടൂസ്, പല്ലവർ, ഇക്ഷ്വാകു, ആഭീരൻ, ഗർദഭർ, ഇങ്ങനെ 4 ഗോത്രങ്ങളായി അത് പിരിയുക. എല്ലാം ഗോത്രഭരണമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊരു ഗോത്രമാണ് പല്ലവർ. ഈ പല്ലവരാണ് തെക്കൻ ആന്ധ്ര ഭരിച്ച ആളുകൾ. തെക്കൻ ആന്ധ്ര എന്ന് പറയും ഇന്നത്തെ തെക്കൻ ആന്ധ്രയാണ്, പഴയ ആന്ധ്രയല്ല. പണ്ട് അത് തമിഴകത്തിന്റെ ഭാഗമാണ്. വടവെങ്കിടം, തെൻകുമരി, കുണകടൽ, കൊടകടൽ, അതാണ് പഴയ അതിര്. വടവെങ്കിടം വടക്ക്, വെങ്കിടഗിരി, വെങ്കിടഗിരി എന്ന് പറയുന്നത് ഇന്നത്തെ തിരുപ്പതി മല. തെൻകുമരി തെക്ക് കന്യാകുമാരി, ഇന്നത്തെ കന്യാകുമാരി. കുണകടൽ കിഴക്ക്, കുണക്ക് കിഴക്ക്, കടൽ ബംഗാൾ കടൽ. കുടകടൽ കുടക്ക് പടിഞ്ഞാറ്, കടൽ അറബിക്കടൽ. ഇതായിരുന്നു പഴയ അതിർത്തി. ഈ അതിർത്തിക്കകത്താണ് ചേര, ചോള, പാണ്ഡ്യന്മാരുടെ 3 സാമ്രാജ്യങ്ങൾ, 3 ഗോത്ര രാജ്യങ്ങൾ. ചോളന്മാരും പാണ്ഡ്യന്മാരും ചേരന്മാരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചേരന്മാരെന്ന് പറയുന്നത് കേരളമാ കേരളക്ക് ഭരിച്ചിരുന്ന അല്ല. നമ്മളെന്ന് പറയും നമ്മളിപ്പോൾ ഇരിക്കുന്നത് ചേര രാജ്യത്തല്ല, ഇത് ആയിരാജ്യമായിരുന്നു. കോഴിക്കോട് മുതൽ നമ്മുടെ പമ്പ വരെയുള്ള പ്രദേശം മാത്രമേ ചേര രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കിഴക്കനെതിരെ എന്ന് പറയുന്നത് സേലം വരെ ഉണ്ടായിരുന്നു. തെക്കോട്ട് ആയിരാജ്യമാണ്. മലബാർ എന്ന് പറയുന്നത് നന്ദരാജ്യമാണ്, ഇന്നത്തെ കോലത്തിരിയുടെ പൂർവ്വരൂപം. അപ്പോൾ മധ്യകേരളം മുതൽ ഏതാണ്ട് സേലം വരെയുള്ള പ്രദേശം കടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ചേര രാജ്യം. ചേരന്മാർ. ചോളന്മാർ തഞ്ചാവൂര്, കാഞ്ചി ആ ഭാഗങ്ങളായി. പാണ്ഡ്യന്മാർ മധുര കേന്ദ്രീകരിച്ച് ഭരിച്ചു. അങ്ങനെയാണ് വടവെങ്കിടം, തെൻകുമരി, കുണകടൽ, കൊടകടൽ എന്ന് പറയുന്ന പഴയ തമിഴകത്തിന്റെ ഭരണ സമ്പ്രദായം വന്നത്. ഈ സ്ഥലത്തേക്കാണ് തെക്കൻ ആന്ധ്രാക്കാരായ സംസ്കൃത ഭാഷാഭിമാനികളായ പല്ലവർ എത്തുന്നത്. ഈ പല്ലവരായ നാടോടി വർഗം കാഞ്ചി കേന്ദ്രീകരിച്ച് സാമ്രാജ്യം സ്ഥാപിച്ചു. സാമ്രാജ്യമല്ല, ഒരു രാജ്യം സ്ഥാപിച്ചു. അവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്നത് പാണ്ഡ്യന്മാരുമായിട്ടാണ്. അതിൻ്റെ കാരണമുണ്ട്, അതുകൂടി പറഞ്ഞാലേ നമുക്ക് പൂർത്തിയാകും. ഈ 3 രാജ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. പഴയ തമിഴകത്ത് 3 രാജ്യങ്ങൾ നിലനിന്നിരുന്നു. ഒന്ന് ചേരരാജ്യം, ഒന്ന് ചോളരാജ്യം, ഒന്ന് പാണ്ഡ്യരാജ്യം. ഇതിൻ്റെ 3ന്റെ തലസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു. ഇവർ തമ്മിൽ നിരന്തര യുദ്ധത്തിലായിരുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു അതിര് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ഏകദേശമാണ് പറഞ്ഞത്. നിരന്തര യുദ്ധത്തിലാണ് ഇവർ തമ്മിൽ. ആ നിരന്തരമായ യുദ്ധത്തിൽ നടത്തിയതിൻ്റെ പിന്നിൽ 2 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൊള്ളയടിക്കലാണ്, രണ്ടാമത്തേത് ദൈവവിശ്വാസത്തിനെ അടിച്ചേൽപ്പിക്കലാണ്. ചോളന്മാർ പരമ്പരയായി ശൈവരാണ്. നമ്മൾ മധുര ക്ഷേത്രം ഒഴികെ മധുരയ്ക്ക് ചുറ്റുവട്ടമുള്ളത് മുഴുവൻ വൈഷ്ണവ ക്ഷേത്രങ്ങളാണ്.
മറിച്ച് തഞ്ചാവൂർ നമ്മൾ ആ ഭാഗം ചെല്ലു, അത് മുഴുവൻ ഏറ്റവും മഹാക്ഷേത്രങ്ങൾ മുഴുവൻ ശൈവ ക്ഷേത്രങ്ങൾ. കാര്യം ചോളന്മാർ ശൈവരായിരുന്നു, പാണ്ഡ്യന്മാർ വൈഷ്ണവരായിരുന്നു, ചേരന്മാർ ശാക്തേയരും. കാര്യം എന്ന് പറഞ്ഞാൽ കൊറ്റവൈ എന്ന് പറയുന്ന ദേവിയെ ആരാധിക്കുന്ന സമൂഹമായിരുന്നു നമ്മുടെ ചേരന്മാർ. കൊറ്റവൈ, കൊറ്റം ഭരണം, അവൈ അമ്മ, അതായത് ഭരണത്തിൻ്റെ അമ്മ എന്നുള്ള അർത്ഥത്തിൽ യുദ്ധദേവത എന്നുള്ള നിലയിൽ. ഇത് തന്നെയാണ് നമ്മുടെ ഗ്രീക്കിൽ കാണുന്ന, ഗ്രീക്ക് ഭാഷയിൽ ഗ്രീക്ക് ദേവതയായ ടിയൂസ്, അതിന്നാണ് ട്യൂസ്ഡേ ഒക്കെ രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഈ 3 ദേവതകൾ, 3 ആരാധനാ ക്രമങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു ചേരനും ചോളനും പാണ്ഡ്യനും തമ്മിൽ. ഇതിൽ ഈ മധ്യ ഇന്ത്യയിൽ നിന്ന്, ശാതവാഹന സാമ്രാജ്യത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന പല്ലവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്ന പാണ്ഡ്യന്മാരുമായിട്ടാണ്. കാരണം അവർ വൈഷ്ണവരാണ്, മറ്റവർ പൂർണ്ണമായും ശൈവരാണ്, വൈഷ്ണവത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നവരാണ്. ഇത് രണ്ടിനും മധ്യയാണ് നമ്മുടെ ചേരന്മാരും നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ വന്ന പല്ലവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്നത് പാണ്ഡ്യന്മാരാണ്. കാര്യം പാണ്ഡ്യന്മാരുടെ വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ അർജുനൻ്റെ പിന്മുറക്കാരാണെന്നാണ്. മഹാഭാരതത്തിലെ അർജുനൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ, പഞ്ചപാണ്ഡവരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാണ്ഡവർ എന്ന് പേര് വന്നത് എന്നൊക്കെയാണ് അവരുടെ ഒരു വിശ്വാസം. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഈ പല്ലവരും ഈ പാണ്ഡ്യന്മാരുമായി ഒരു സന്ധിയിൽ ഏർപ്പെടുന്നത്. ഇനി നമുക്ക് അപ്പോൾ അവരുടെ ഈ ത്രിമൂർത്തി ആഘോഷം തമിഴ്നാട്ടിൽ നടപ്പിലായി. ഇതിനെക്കുറിച്ചുള്ള രേഖ ഏതാണ്ട് ക്രിസ്തുവർഷം 6-ആം നൂറ്റാണ്ടാകാം. 10 പാട്ട് എന്ന സംഘകാല കൃതിയൊക്കെ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ 10 പാട്ടിൽ മധുരൈ കാഞ്ചി എന്ന് പറയുന്ന ഒരു പാട്ടിൽ പറയുന്നത് ഓണത്തിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓണത്തിനെ കുറിച്ച് അതിനകത്ത് 7-8 വരികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന 2-3 വരികൾ ഞാൻ പറയാം. കണങ്കോൾ ഔണർക്ക് കടந்த പൊലന്താൻ മായോൻ മേയ ഓണനൻ നാട് എന്നാണ്. മായോൻ മേയ ഓണനൻ നാട്, മായോൻ ഓണനൻ നാട്, അവൻ്റെ ആഘോഷം നടക്കുന്ന നാട്. അതായത് മായോൻ മേയ ഓണനൻ നാട് എന്നാണ് മധുരയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മധുരയിൽ ഓണം ആഘോഷിച്ചിരുന്നു 6-ാം നൂറ്റാണ്ടിൽ. ഈ 6-ാം നൂറ്റാണ്ടിലെ ഓണം, അപ്പോൾ ചോദിക്കും പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓണമില്ലല്ലോ. തമിഴ്നാട്ടിൽ ഓണമില്ലെന്ന് ആരാ പറഞ്ഞു? തമിഴ്നാട്ടിൽ ജനകീയ ഓണമില്ല എന്ന് പറഞ്ഞാൽ ശരി, പക്ഷെ തമിഴ്നാട്ടിൽ ഓണമുണ്ട്. 9ഓളം ക്ഷേത്രങ്ങൾ എൻ്റെ അറിവിൽ. ഈ 9 ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇടത്തെ കാൽ ഉയർത്തി നിൽക്കുന്ന വാമനൻ, അതിൻ്റെ കീഴിൽ കുമ്പിട്ട് നിൽക്കുന്ന മഹാബലി, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന ബിംബങ്ങളുള്ള 9 ക്ഷേത്രങ്ങൾ എൻ്റെ അറിവിൽ. എൻ്റെ ലിസ്റ്റുണ്ട്. കേരളത്തിൽ ഒന്നുപോലും ഇല്ല. കേരളത്തിലെ വാമന ക്ഷേത്രം എന്ന് പറയുന്ന തൃക്കാക്കരത്തെ പ്രധാന പ്രതിഷ്ഠ ഏതാ? ശിവനാണ്. അവിടെ വാമന പ്രതിഷ്ഠയുണ്ട്, ശരിയാ, പ്രധാന പ്രതിഷ്ഠ. അത് ഇവിടുത്തെ നമ്മുടെ തിരുവല്ലം ക്ഷേത്രം പോലെയാണ്. തിരുവല്ലത്തെ പ്രധാന പ്രതിഷ്ഠ എന്താ? ശിവൻ. പക്ഷെ അവിടെ ഏറ്റവും മണ്ടേ കയറി നിൽക്കുന്ന ആരാ? കോടാലിയും പിടിച്ച് പരശുരാമൻ. അതൊക്കെ പിൽക്കാലത്ത് വന്നാണ്. പഴയ രേഖ അവിടെ 3-4 ശിലാലിഖിതമുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ശിവക്ഷേത്രം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു എരച്ചു കയറ്റം വന്നു 300 കൊല്ലത്തിനപ്പുറം ഉള്ള രേഖ അവിടെയുണ്ട്. 300 കൊല്ലത്തിനപ്പുറം ശിവക്ഷേത്രം. അവിടെയാണ് പിന്നെ വലിയൊരു കോടാലിയുമായിട്ടൊരു പിന്നെ നമ്മുടെ പരശുരാമയൊക്കെ സൃഷ്ടിക്കപ്പെട്ട വളരെ പിന്നീടാണ്. അതുപോലെ വാമനനെ പിൽക്കാലത്ത് പ്രതിഷ്ഠിച്ചിരുന്ന അപ്രതിഷ്ഠ, അതായത് പുരാവസ്തുവുമായി ഏകദേശം ഒരു ധാരണയുള്ള ഒരാളിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശിവന് പഴക്കം കൂടുതലാണ്. ഞാൻ ശിവഭക്തനൊന്നും അല്ല കേട്ടോ. അത് പറയുമ്പോൾ ശിവനെ ഞാൻ ഇങ്ങനെ പൂഴ്ത്തി പാടുമ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ പിന്നെ ശിവൻ്റെ പ്രചരണം, അങ്ങനൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ 2ാമത് പ്രതിഷ്ഠിക്കപ്പെട്ട വാമനെയാണ് നമ്മൾ കാണുന്നത്. ഇനി പാണ്ഡ്യന്മാരുടേതാണെന്നാൽ തെളിയിക്കുന്നതിന് ബ്രഹ്മോത്സവം എന്നുള്ള പേരിലും ഇന്ദ്രോത്സവം എന്നുള്ള പേരിലും ഉത്സവങ്ങൾ ഈ പറഞ്ഞ 9 ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. തീർന്നില്ല. തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നൊരു പതിവുണ്ട് നമുക്ക്. തൃക്കാക്കരയപ്പൻ ഇവിടെ തെക്കോട്ടില്ല,
മധ്യ കേരളത്തിൽ തൃക്കാക്കര പൂക്കളം നിരത്തി, പൂക്കളത്തിൽ 3 സ്തൂപികകൾ. തൃക്കാക്കരയപ്പൻ രൂപമില്ല, 3 സ്തൂപികകൾ. നിങ്ങൾ വള്ളിയൂർ മുതൽ, തമിഴ്നാട്ടിലെ വള്ളിയൂർ മുതൽ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് നിങ്ങൾ യാത്ര ചെയ്യുക. അവിടുത്തെ പിടാരികൾ, ഗ്രാമദേവതകളുടെ പ്രതിഷ്ഠ റോഡിൽ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്പലമൊന്നുമില്ല, ചെയ്തു വെച്ചിട്ടുണ്ട് സ്തൂപിക. ഇനി അത് ഞാൻ പറയുമ്പോൾ ഇയാൾ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലാക്കി നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇന്ന് വൈകുന്നേരം പൊന്മുടി ബസ്സുണ്ട്. ഇവിടെ നേരെ കയറി നമ്മൾ പൊന്മുടി ഇറങ്ങുക. പൊന്മുടിക്ക് ഇപ്പുറത്ത് കറുപ്പ് സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കല്ലാറ് കഴിഞ്ഞിട്ട്. അവിടെ കറുപ്പ് സ്വാമി ക്ഷേത്രമുണ്ട്. ആ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിൽ 3 സ്തൂപികൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കറുപ്പ് സ്വാമിയെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഈ 3 മാടന്മാരെ അപ്പുറം 3 സ്തൂപിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സ്തൂപിക നമ്മൾ മധ്യ കേരളത്തിൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്ത് ഓണക്കാലത്ത് വിൽക്കാനിറങ്ങും, മണ്ണ് കൊണ്ടും മരം കൊണ്ടും. ഇതെങ്ങനെ വന്നു? ഇവിടെ ആരും തന്നെ കേരളത്തിൽ ഒരൊറ്റ മനുഷ്യരും സ്തൂപിക വെച്ച് ആരാധിക്കാറില്ല ഈ ഓണക്കാലത്തല്ലാതെ. പക്ഷെ തമിഴ്നാട്ടിൽ സ്ഥിരം ദേവതയാണത്. പിടാരി ദേവതകളാണ്. പിടാരികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമരക്ഷക എന്നാണ് എൻ്റെ അർത്ഥം. എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ തെരുവുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്തൂപികൾ. അതെങ്ങനെ വന്നു? അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതിൻ്റെ തെളിവുകളാണ്, ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതെപ്പോൾ അങ്ങനെ ചോദ്യം ഉദിക്കുന്നുണ്ട്. എപ്പോൾ? അക്കാര്യമാണ് ഇനി പറയുന്നത്. പാണ്ഡ്യന്മാരിലെ അതിശക്തരായ രാജാവായിരുന്ന അരികേസരി മാറവർമ്മൻ, അദ്ദേഹത്തിൻ്റെ ഭരണകാലം 700 മുതൽ 710 വരെയാണ്. അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച വലിയ ചിന്നമണ്ണൂർ പട്ടയത്തിൽ സസൂക്ഷ്മം വിശകലനം ചെയ്തുകൊണ്ട് എൻ സുബ്രഹ്മണ്യം ദ ഹിസ്റ്ററി ഓഫ് തമിഴ്ലാൻഡ് എന്ന കൃതിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ദ റൂയിൻഡ് പരവാസ് who were the fishermen community in the extreme south of the Pandyan country, and he destroyed the people of Kurunadu, the country which is impossible to identify now. Perhaps the expression of Kurunatar means lesser chieftains. കുരുനാട് ആക്രമിച്ചു കീഴടക്കിയത്. ഇതെവിടെയാണ് ഈ കുരുനാട്? കുരുനാട് ആക്രമിച്ചു കീഴടക്കിയാണ് സംഗതി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ നടപ്പിലാക്കുന്നു. ഏതാണ് ഈ കുരുനാട്? 1562 വരെ കൊച്ചി രാജ്യത്തിന് തെക്ക് വടക്കങ്കൂർ, നമ്മുടെ മീനച്ചൽ താലൂക്കൊക്കെ വരുന്ന അതിന് വടക്ക് നിലനിന്നിരുന്ന ഒരു നാട്ടുരാജ്യമാണ് കുരുനാട്, കേരളം. അതിനകത്ത് വരുന്നതാണ് തൃക്കാക്കര. കൽക്കരൈ നാട് രൂപപ്പെടുന്നതിന് മുമ്പ് കുരുനാട് എന്നൊരു നാട്. തൃപ്പൂണിത്തുറ വിജ്ഞാനം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അതെടുത്ത് വായിച്ചാൽ അതിനകത്ത് രേഖാസ്പദമായിട്ട് എല്ലാ വിവരങ്ങളും ആ രാജാക്കന്മാരുടെ പട്ടിക വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1530 അവസാനത്തെ രാജാവാണ് അധികാരമേൽക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മക്കളില്ലാതെ വന്നു. അതുകൊണ്ട് ഇത് കൊച്ചി രാജ്യത്തിൽ പിന്നെ ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 1700 മുതൽ 710 വരെ തമിഴ്നാട് ഭരിച്ച അരികേസരി മാറവർമ്മൻ മധ്യ കേരളത്തിലേക്ക് ഒരു പടയോട്ടം നടത്തി. അങ്ങനെ പാണ്ഡ്യന്മാരാക്രമിക്കും. സംശയമില്ലേ? വേണ്ട. നമുക്ക് 2 സ്ഥലങ്ങൾ ഞാൻ പറയാം. ഒന്ന് എരുമേലിപ്പേട്ട, എരുമേലി എന്ന് പറയുന്ന എരുമേലിപ്പേട്ട പഴയ രേഖയിൽ. രണ്ടാമത്തെ ഈരാറ്റുപേട്ട. എരുമേലിപ്പേട്ടയെക്കുറിച്ച് ഞാൻ ഇനി അങ്ങോട്ട് വിശദമായി പറയുന്നില്ല, എന്നാലും ഒരു സൂചന തരാം. ശബരിമല എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ട്രേഡ് റൂട്ട്. ഞാനത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ട്രേഡ് റൂട്ട്. അവിടുത്തെ പേട്ട എന്ന് പറയുന്നത് ചന്തയെന്നായിരുന്നു. നമ്മുടെ ചാലകമ്പോളത്തിൻ്റെ പഴയ പേര് അനന്തപുരം പേട്ടയെന്നാണ്. അപ്പോൾ അവിടെ കുരുമുളക് കച്ചവടത്തിന് പാണ്ഡ്യന്മാർ മല വഴി ഇറങ്ങി വന്ന് കുരുമുളക് അവരുടെ തുണി വിൽക്കുകയും നമ്മൾ നമ്മുടെ കുരുമുളക് അവർ വാങ്ങുകയും ചെയ്യുന്ന. ഇതിന് സമാന്തരമായി കാഞ്ഞിരപ്പള്ളി വഴി ട്രേഡ് റൂട്ട് തുറന്നു. ആ ട്രേഡ് റൂട്ടാണ് മീനച്ചൽ ആറിൻ്റെ തീരത്തുള്ള ഈരാറ്റുപേട്ട. തീർന്നില്ല, ഇതിൻ്റെ തെളിവുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ദേവീക്ഷേത്രമുണ്ട്. അതിൻ്റെ പേര് മധുര മീനാക്ഷി ക്ഷേത്രം. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതങ്ങ് മധുരയിലാണെന്ന്. അല്ല, ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സ്വപ്പം കിഴക്കോട്ട് പോകുമ്പോൾ
മധുര മീനാക്ഷി ക്ഷേത്രം. തീർന്നില്ല. ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പ്രണാളത്തിൽ ഒരു ശിലാലിഖിതമുണ്ട്. ആ ശിലാലിഖിതവും ഞാൻ വായിക്കാം. ആ ശിലാലിഖിതം ഇതാണ്: ചമര കോലാഹല മതിയാത മന്ന മണവാളൻ മാവേലി വാണാതിരായൻ ഭഗവതിക്ക് വിജം എരുവൊന്നുക്ക് മേൽവിച്ചി എന്ന. ഇപ്പൊ ചെന്നാ വായിക്കാൻ നോക്ക്. വട്ടെഴുത്താണ്, വട്ടെഴുത്ത് അറിയാവുന്നവർക്ക് വായിക്കാം. അതിൻ്റെ പ്രണാളത്തിൽ, പ്രണാളം എന്ന് പറയുന്ന ബിംബത്തിൽ നിന്ന് അഭിഷേകം ചെയ്ത് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ചാലിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്: ചമര കോലാഹല മതിയാത മന്ന മണവാളൻ മാവേലി വാണാതിരായൻ ഭഗവതിക്ക് വിഷം എരുവൊന്നുക്ക്. ഇത് കാര്യം എന്ന് പറയാൻ ഓണത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഈ മാവേലി വാണാതിരായൻ എന്ന് പറയുന്ന രാജാവ് അതുവഴി കടന്നു വരുന്ന എരുവൊന്നുക്ക്, കാള ഒന്നിന് ഇത്ര രൂപ വെച്ച് അല്ലെങ്കിൽ ഇത്ര പണം വെച്ച് നികുതി ഈടാക്കണമെന്നുള്ള രേഖയാണ്. അതുവഴി കടന്നു വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ മധ്യ കേരളം അദ്ദേഹം ഭരിച്ചിരുന്നു എന്നല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് മാവേലി വാണാതിരായൻ. ഇത്രയും വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറ്റിയതാണ് എന്ന്. അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വരാം, എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത് ആലോചിക്കാത്തത്? തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഉത്സവമാണെങ്കിൽ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് ഇത് ആഘോഷിക്കപ്പെടുന്നില്ല? സ്വാഭാവികം ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് ചിലപ്പതികാരം എന്ന് പറയുന്ന കൃതി അറിയാം. ഈ ചിലപ്പതികാരത്തിൻ്റെ രണ്ടാം ഭാഗമുള്ളവരും പലർക്കും അറിയില്ല. അതിൻ്റെ രണ്ടാം ഭാഗമുണ്ട്. അതായത് കോവിലൻ്റെ കാമുകിയായ മാധവിക്ക് ജനിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് മണിമേഖല. ഈ മണിമേഖല ബുദ്ധമതം സ്വീകരിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു കാവ്യമാണ്, ബുദ്ധമത കാവ്യമാണ്. ആ കാവ്യത്തിൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ ഓണം ആഘോഷം പൂർണ്ണമായി അവസാനിച്ചു എന്നുള്ളതിന് തെളിവ് തരുന്നുണ്ട്. അത് ഇത്രയാണ്: ഇന്ദ്രൻ അവൻ ഇടുചാപത്ത് കടൽ നഗർ കൊള്ളൈ നിൻ തായരും. അർത്ഥം ഇതാണ്: ഇന്ദ്രോത്സവം നിരോധിച്ചത് കൊണ്ട് ഇന്ദ്രശാപത്താൽ കാവേരി പൂമ്പട്ടണം കടലെടുത്തു പോയി എന്ന് പറഞ്ഞാൽ ഇന്ദ്രോത്സവം എന്ന് പറയുന്ന ഓണം നിരോധിച്ചു. ആര്? ചോളന്മാർ. ചോളന്മാർ പാണ്ഡ്യരാജ്യം ആക്രമിച്ച് കീഴടക്കുകയും വൈഷ്ണവ ആഘോഷങ്ങൾ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. അന്ന് കാവേരി പൂമ്പട്ടണമായിരുന്നു അവരുടെ തലസ്ഥാനം. കാവേരി പൂമ്പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ തിരുനെൽവേലിക്ക് അപ്പുറമാണ്, കടപ്പുറമാണ്. ഇത് കടലെടുത്ത് പോയതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് കടലെടുത്ത് പോകുന്നതിന് കാരണം എന്താണ്? ഈ വൈഷ്ണവോത്സവം പൂർണ്ണമായി നിരോധിച്ചത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ കടലെടുത്ത് പോയത് അതുകൊണ്ടാണോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. എന്തായാലും ഈ വൈഷ്ണവോത്സവങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിൽ നിരോധിക്കപ്പെട്ടു എന്നാണ് ഈ തരുന്ന സൂചന. അപ്പോൾ തമിഴ്നാട്ടിൽ പൂർണ്ണമായി നിരോധിക്കപ്പെട്ടു എങ്കിലും ക്ഷേത്രങ്ങളിൽ അത് ഒതുങ്ങി നിന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ എൻ്റെ അറിവിൽപ്പെട്ട 9 ലോകളന്ത പെരുമാൾ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ പേരാണ് ലോകളന്ത പെരുമാൾ, ലോകത്തെ അളന്ത പെരുമാൾ, ത്രിവിക്രമൻ, വാമനൻ, അയാളുടെ ക്ഷേത്രങ്ങളിലൊക്കെ ബ്രഹ്മോത്സവം എന്നുള്ള പേരിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. മറിച്ച് അതൊരു ജനകീയ ഉത്സവം അല്ലാതായി തീരുന്നതിന് കാരണം പാണ്ഡ്യന്മാരെ ചോളന്മാർ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം ഇന്ദ്രോത്സവങ്ങളെല്ലാം, അതായത് വൈഷ്ണവോത്സവങ്ങളെല്ലാം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടതിന് ശേഷം. അപ്പോൾ 710 മുതൽ 700-നും 710-നും ഇടയ്ക്ക് കേരളം ആക്രമിച്ച് കീഴടക്കിയ അരികേസരി മാറവർമ്മൻ മധ്യ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലിരുന്നു 800 വരെയെങ്കിലും. കാര്യം 800-ൽ 2ാം ചേര സാമ്രാജ്യം കൊടുങ്ങല്ലൂർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 700 മുതൽ 800 വരെ ഉള്ള കാലഘട്ടം നമ്മൾ അജ്ഞാതകാലമെന്ന് എഴുതി തള്ളി പല ചരിത്രകാരന്മാരും. പക്ഷേ ആ കാലഘട്ടത്തിൽ പാണ്ഡ്യന്മാർ അതിക്രമിച്ച് എരച്ചു കയറുകയും പാണ്ഡ്യന്മാർ ഇവിടെ ഭരണം കൈയാളുകയും ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പാണ്ഡ്യൻ പാറ, പാണ്ഡിപ്പത്ത്, പാണ്ഡ്യന്നൂർ. ഇനി നമ്മുടെ കായലുണ്ടല്ലോ, വേമ്പനാട്ട് കായൽ, വേമ്പനാട്, വേമ്പന്നൂർ. വേമ്പൻ എന്ന് പറഞ്ഞാൽ വേപ്പിൻ്റെ മാല ചൂടുന്നവൻ. എന്തിനാണെന്നറിയോ വേപ്പിൻ്റെ മാല ചൂടുന്നത്? യുദ്ധം ചെയ്യുമ്പോൾ ഇന്നത്തെ പോലെ യൂണിഫോമൊന്നുമില്ല ആളുകളെ തിരിച്ചറിയാൻ. അന്ന് അതിന് പകരം ചെയ്തിട്ട് കഴുത്തിലൊരു മാലയണിയും. ചേര രാജാക്കന്മാർ അണിയുന്ന മാലയുടെ പേരാണ് പനമ്പൻ, അതായത് പനമ്പൂവ്.
പനമ്പൂവിൻ്റെ മാല. പനമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പനയല്ല, നമ്മുടെ ഒലട്ടിപ്പന എന്ന് തെക്കൻ പറയുന്നതും ചൂണ്ടപ്പന എന്ന് മധ്യ കേരളത്തിൽ പറയുന്നതുമായ വലിയ പനയുടെ പിന്നെ പൂവ് കുരുത്താണ് അവർ മാല ഇടുക. ആ പട്ടാളത്തുകാരനെ തിരിച്ച് ചേരനാണ്, ചേരൻ്റെ പടയാളി എന്നറിയാൻ ആ മാല നോക്കിയാൽ മതി. പാണ്ഡ്യൻ ധരിച്ചിരുന്നത് വേപ്പിൻ്റെ മാലയാണ്. വേപ്പിൻ്റെ മാല ധരിച്ചുകൊണ്ട് അങ്ങനെ വേമ്പൻ എന്നറിയപ്പെട്ടു. ആ വേമ്പൻ്റെ നാട് വേമ്പനാട്, വേമ്പന്നൂർ. വെള്ളനാടിനടുത്ത് അരുവിക്കരയ്ക്ക് അടുത്തൊരു വേമ്പന്നൂരുണ്ട്, നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തൊരു വേമ്പന്നൂരുണ്ട്. വഴുതി എന്നാണ് അവരുടെ സ്ഥാനപ്പേര്. വഴുതൂർ, പെരുംവഴുതൂർ തുടങ്ങിയ നിരവധി പേരുകൾ, നമുക്ക് പ്രാചീനമായ പേരുകളിൽ ഏകദേശം 30ഓളം സ്ഥലപ്പേരുകൾ പാണ്ഡ്യന്മാരുടെ പേരിൽ. എന്ന് പറഞ്ഞാൽ മധ്യകേരളം മുതൽ തെക്കോട്ട് ഉള്ള ഭാഗങ്ങൾ മുഴുവൻ 700 മുതൽ 800 വരെയെങ്കിലും ഇവരുടെ മേൽക്കോയ്മ സ്വീകരിച്ച ആളുകളോ ഇവരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലോ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉത്സവമാണ് ഓണാഘോഷം. ഇനി നമ്മൾ പറയുന്നത് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മനോഹരമായൊരു രാജ്യം പണ്ടുണ്ടായിരുന്നു. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്തൊരു രാജ്യം, കള്ളനും കാവക്കാരനും ഇല്ലാതിരുന്നൊരു മനോഹരമായ ഒരു ഭരണ സംവിധാനം. ശരിയോ? ഒന്ന് തിരിച്ചു ചിന്തിക്കും. നിങ്ങൾ പ്ലെയിനിൽ കയറിയിട്ടില്ല. ആ പ്ലെയിനിൽ കയറാത്ത ഒരാളിനല്ലേ പ്ലെയിനിനെ കുറിച്ചൊരു സ്വപ്നം ഉണ്ടാകും? അതിൽ കയറുന്നതിനെ കുറിച്ച്, അതിൽ ചാരി ഇരിക്കുന്നതിനെ കുറിച്ച് ഇല്ലേ? കയറിയവരെ സംബന്ധിച്ചുള്ള കയറി യാത്ര ചെയ്ത് നാളെയും സ്വപ്നമൊന്നുമില്ല. പക്ഷെ ഒരു സ്വപ്നമുള്ളത് അത് ചെയ്യാത്തവനെ കുറിച്ച്, അനുഭവിക്കാത്തവനെ കുറിച്ചാണ്. ഇത് 17, 18 അല്ലെങ്കിൽ 16, 17, 18 നൂറ്റാണ്ടുകളിൽ എഴുതിയ കാവ്യമാണിത്. മാവേലി നാടുവാണിയിടും കാലം എന്ന മഹാബലി ചരിതം. അത് പലരും പേരിന് പിന്നെ അയ്യപ്പനാണെന്ന് പറയുന്നുണ്ട്, ശങ്കരകവിയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നത് അജ്ഞാത കർത്തൃത്വം ആണ് അദ്ദേഹം പറയുന്നത്. ഇത് ആരെഴുതിയതെന്നറിയില്ല. ആരെഴുതിയതായാലും ഭാഷയുടെ സാരൂപ്യം വെച്ചുകൊണ്ട് 16, 17, 18 നൂറ്റാണ്ടുകളിൽ എഴുതിയതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. ഏകദേശം നമ്മുടെ ബോധ്യത്തിലും അതൊക്കെ വരും. ആ കാലഘട്ടത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കും. 16, 17, 18 നൂറ്റാണ്ടുകളിൽ ചാതുർവർണ്ണ്യം കൊടികുത്തി വാഴുന്നൊരു കാലം. ക്ഷേത്ര കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം നിലനിന്ന, സങ്കേതങ്ങൾ നിലനിന്നിരുന്നൊരു കാര്യം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച പുലയനെ വെട്ടിക്കൊന്നതിന് രാജാവിനെ ശിക്ഷിച്ച നമ്പൂതിരിമാർ ഭരിച്ചിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത, ജാതിയും മതവും വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹവും ഒരു രാജ്യവും ഭരണവും നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമല്ലെങ്കിൽ പിന്നെന്താ? അതൊരു സ്വപ്നം മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഇവിടുത്തെ, ഞാൻ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന അല്ല, എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമല്ല. സർഗസാഹിത്യകാരന്മാർ മുഴുവൻ ഇതിനെ പറഞ്ഞുണ്ടാക്കിയത് ഇങ്ങനെയാണ്. പണ്ട് ഇങ്ങനെ ഒരു രാജ്യം നിലനിന്നിരുന്നു, അതിമനോഹരമായൊരു രാജ്യം. നമ്മുടെ സാമാന്യ യുക്തിക്ക് അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കാൻ ആ കാലഘട്ടത്തിൽ കഴിയുമോ? ഇന്നത് പറഞ്ഞു എങ്കിൽ ആ കവിയുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരു രാജ്യം അയാൾ സ്വപ്നം കാണുന്നു. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത, കള്ളത്തരങ്ങൾ ഒന്നുമില്ലാത്ത, ബാലമരണങ്ങളില്ലാത്ത ഒരു രാജ്യത്തിന് സ്വപ്നം കണ്ട ഒരു കവിയുടെ സ്വപ്ന കാവ്യമായിട്ട് മാത്രമാണത് കാണേണ്ടത്. അതിന് പകരം അതിനെ നമ്മൾ കാണുന്നത് എന്തായിട്ടാ? നടന്ന ഒരു കാലത്തിനെ കുറിച്ച്. അപ്പം ഇതാണ് ഓണത്തിനെ കുറിച്ച് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങൾ, നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്, നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് എൻ്റെ സമയം പൂർത്തിയായി. അപ്പോൾ ഇനി അതിൻ്റെ അവസാനം ഉപസംഹാരം എന്നുള്ള നിലയ്ക്ക് വളരെയേറെ പറയാനുള്ളൊരു വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ കേരളത്തിൽ ഈ ഓണാഘോഷം സജീവമാകുന്നതിനും തമിഴ്നാട്ടിൽ നിർവീര്യമാകുന്നതിനും ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൂടി പറഞ്ഞ് ഒരു ഉപസംഹാരം എന്നുള്ള നിലയ്ക്ക് ഞാൻ അവസാനിപ്പിക്കാം. ഓണാഘോഷങ്ങൾ തമിഴ്നാട്ടിൽ തീരെ ശുഷ്കിച്ചു പോകാനുള്ള മറ്റൊരു കാരണം തമിഴർക്ക് ആഘോഷിക്കുവാൻ മറ്റു നിരവധി ആഘോഷങ്ങൾ വേറെ ഉള്ളത് കൊണ്ടാകാം. മകരപ്പൊങ്കൽ, തൃക്കാർത്തിക, ദീപാവലി, ആടിച്ചൊവ്വ തുടങ്ങിയ അത്യാഹ്ലാദത്തോടു കൂടി തമിഴർ ഇന്നും ആഘോഷിക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ പൗരാണിക കാലം മുതൽ 3 ഖണ്ഡങ്ങളായി കിടന്ന കേരളത്തിൽ ഒരു പൊതു ആഘോഷത്തിൻ്റെ സാധ്യത വിരളമായിരുന്നു. ഒന്നൊതുക്കി പറഞ്ഞാൽ സൈന്ധവ തീരത്ത് ത്രിവിക്രമനായി അവതരിച്ച് മധ്യ ഇന്ത്യയിലെത്തി വാമനായി വേഷം മാറി തമിഴ്നാട്ടിൽ പ്രവേശിച്ച് മാവേലി മിത്തുമായി കൂട്ടുകൂടി മലകടന്നെത്തി കേരളീയ ആചാര രീതികളുമായി ഇഴചേർന്ന് മലയാളീകരിച്ചെടുത്തൊരാഘോഷമാണ് തിരുവോണ മഹോത്സവം.
അരനൂറ്റാണ്ട് മുമ്പ് വരെ ഗൃഹാതുരത്വത്തോടുകൂടി മലയാളി വീട്ടുമുറ്റങ്ങളിൽ ആഘോഷിച്ചിരുന്ന ഓണം 1961 മുതൽ സംസ്ഥാനോത്സവമായി മാറുകയും 80കളിൽ ടൂറിസ്റ്റ് വാരാഘോഷമായി വ്യവസായവൽക്കരിക്കുകയും ചെയ്തു. സമാന്തരമായി ഓണം പേറുന്ന നാടോടിമിത്തിൽ ഭക്തിയുടെ ചായം പൂശി അമ്പലങ്ങൾ ദത്തെടുക്കുകയും ചെയ്തു. ഇന്ന് അമ്പലമാണ് തീരുമാനിക്കുന്നത് ഉത്സവം എങ്ങനെ ആഘോഷിക്കണം, ആരാഘോഷിക്കണം, അത് മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയാണോ വാമനൻ്റെ ജന്മദിനമാണോ എന്ന രീതിയിലേക്ക് പറയണം. പക്ഷേ അത് പറയുമ്പോഴും നമുക്ക് ഒരു ചോദ്യം അവശേഷിക്കുന്നു, ആരാണ് ഈ മാവേലി? ഞാൻ പറഞ്ഞു നേരത്തെ മധ്യ കേരളത്തിലെ ശാതവാഹന രാജാക്കന്മാരിലെ ഗൗതമീപുത്ര ശാതകർണിയുടെ വിളിപ്പേര് ബലി എന്നായിരുന്നു. ഗുജറാത്തിൽ 2 ബലിമാരുണ്ട്, പീർ ബലിയും മഹാപീർ ബലിയും, 2 മുസ്ലിം ബലിമാർ. ജൈന മതത്തിലെ ആഗമങ്ങളിൽ ആനവ ബലി തുടങ്ങിയ നിരവധി ബലിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അശോകനെ ബലി എന്നൊരിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. ബലി എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയേ ഉള്ളൂ, അതിനർത്ഥം ഒന്നുകിൽ ബലവാൻ അല്ലെങ്കിൽ ദാനശീലൻ എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. അത് ഇവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന മിത്തിൽ പറയുന്ന മാവേലി, ആ മാവേലിക്ക് ഒരു ഭാര്യയുണ്ട്, നമ്മളാരും ശ്രദ്ധിക്കാത്ത. അവരുടെ പേര് വിന്ധ്യാവലി എന്നാണ്. മകൻ്റെ പേര് ബാണൻ, ഭാര്യയുടെ പേര് വിന്ധ്യാവലി. അപ്പോൾ തന്നെ കിടപ്പുണ്ട് വിന്ധ്യാവലി. പർവ്വതം എവിടെ കിടക്കുന്നു? ഇന്ഥ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് മലയാളത്തിലില്ല, പഴയ മലയാളത്തിലില്ല. അപ്പോൾ തന്നെ അത് നോർത്ത് ഇന്ത്യൻ ആണെന്ന് ഉറപ്പ്. ഇനി മാവേലിക്ക് വേറൊരു പേരുണ്ട്. മാവേലിയുടെ യഥാർത്ഥ പേര് മാവേലി എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രസേനൻ എന്ന്. അവിടെയും കിടപ്പുണ്ട് ഒരു ഇന്ദ്രസേനൻ എന്ന പേരുള്ള മാവേലി. അപ്പോൾ മാവേലി എന്ന് പറയുന്നത് ഒരു പേരല്ല, ഒരു പദവിയോ അതല്ലെങ്കിൽ ആളുകൾ ചാർത്തിക്കൊടുത്തൊരു സ്ഥാനപ്പേരുമാണ്. അപ്പോൾ മഹാബലി എന്ന് പറയുന്ന ഒരാളല്ല, നിരവധി ബലിമാർ. ഒരു വലിയ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊന്നും വായിക്കുന്നില്ല, ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇനി ഈ 9 ക്ഷേത്രങ്ങൾ, തമിഴ്നാട്ടിലെ 9 ക്ഷേത്രങ്ങളുടെ പേര് കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓണമിത്തുകളുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടുന്ന തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങൾ. 1, തൃക്കണ്ടിയൂർ വാമന ക്ഷേത്രം. തഞ്ചാവൂരിൽ നിന്നും തിരുവയ്യാർ പോകുന്ന വഴിയിൽ 9 കിലോമീറ്റർ അകലെ കിഴക്ക് മാറി കിഴക്ക് ദർശനമായി നിൽക്കുന്ന ത്രിവിക്രമനായ വാമനൻ മഹാബലി പൂജിച്ചിരുന്ന വിഗ്രഹമെന്ന ഐതിഹ്യം. മഹാബലി വാമനെ പൂജിച്ചിരുന്നു എന്നാണ് അവിടുത്തെ ഐതിഹ്യം. അടുത്ത കുംഭകോണം വിഷ്ണു ക്ഷേത്രം. ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ കിഴക്ക് ദർശനമായ ചതുർബാഹുവായ വിഷ്ണു. തിരുവോണ നാളുകളിലെ ശ്രാവണ ദീപവും ബ്രഹ്മോത്സവവും പ്രധാനം. ശ്രീരാമ വിണ്ണകരം ക്ഷേത്രം. ശീർക്കോഴി ഗോവിന്ദ റെയിൽവേ സ്റ്റേഷന് സമീപം ത്രിലോകങ്ങളും അളക്കാൻ കാലുയർത്തി നിൽക്കുന്ന വാമനൻ. തൃക്കോവിൽ ത്രിവിക്രമക്ഷേത്രം. വിഴുപ്പുറം തൃക്കോവിൽ ജംഗ്ഷൻ എടുത്ത് കിഴക്ക് ദർശനമായി ആകാശമളക്കാൻ കാലുയർത്തി നിൽക്കുന്ന ത്രിവിക്രമൻ. ഉലകളന്ത പെരുമാൾ ക്ഷേത്രം. കാഞ്ചി. പടിഞ്ഞാറ് ദർശനമായി ഇടത് കാലുയർത്തി വലത് കാൽ മഹാബലിയുടെ തലയിൽ ചവിട്ടി നിൽക്കുന്ന വാമന പ്രതിഷ്ഠ. തിരുനില തിങ്കൾ തുണ്ടം ക്ഷേത്രം. കാഞ്ചി. കിഴക്ക് ദർശനമായി നിൽക്കുന്ന ത്രിവിക്രമ പ്രതിഷ്ഠ. തിരുനീർമലൈ ക്ഷേത്രം. ചെന്നൈയിൽ പല്ലാവൂരിനടുത്ത് ത്രിലോകങ്ങൾ മളക്കാൻ ഇടത്തെ കാൽ ഉയർത്തി നിൽക്കുന്ന ത്രിവിക്രമൻ. ഉലകളന്ത പെരുമാൾ ക്ഷേത്രം. ശിങ്കനല്ലൂർ, കോയമ്പത്തൂർ ജില്ല. മാവേലിയെ ചവിട്ടിത്താഴ്ത്താൻ ഒരുങ്ങുന്ന വാമന പ്രതിഷ്ഠ. ചിങ്ങമാസത്തിലെ അത്തന്നാളിൽ കൊടിയേറി തിരുവോണം വരെ ഉത്സവം നടക്കുന്ന മഹാക്ഷേത്രം. ഉലകളന്ത പെരുമാൾ ക്ഷേത്രം. പീലമേട്, കോയമ്പത്തൂർ. മാവേലിയെ പാതാളത്തിലെ ചവിട്ടിത്താഴ്ത്താൻ കാലുയർത്തി നിൽക്കുന്ന വാമനൻ. തിരുവോണ നക്ഷത്രം വിശേഷ ദിവസമായി ആഘോഷിക്കുന്നു. മേൽപ്പറഞ്ഞ മേജർ ക്ഷേത്രങ്ങൾ കൂടാതെ 100-ലേറെ ത്രിവിക്രമ ക്ഷേത്രങ്ങൾ ഇന്നും തമിഴ്നാട്ടിലുണ്ട് എന്നും കേരളത്തിലില്ല എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. രണ്ടാമത്തെ ഭാഗം ഞാൻ ഈ പറയുന്നത് പോലെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയുമ്പോൾ കൂടി പറഞ്ഞുകൊള്ളാം. കാര്യം എൻ്റെ സമയം പൂർത്തിയായി.